റേപ്പ് ചെയ്തു, മുഖത്തടിച്ചു, ഉപദ്രവിച്ചു, തുപ്പി, അവരെ ഒരുപാട് ദ്രോഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് അയാളോടൊപ്പം മേടിക്കാൻ ഏതെങ്കിലും സ്ത്രീ തയ്യാറാകും? ഒരിക്കലുമില്ല. അന്നം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും. രാഷ്ട്രീയം മാറ്റി വെച്ചാൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും. രാഷ്ട്രീയം വച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മനസ്സിലാവില്ല എന്നുള്ളതാണ്. കൊള്ളാം, അടിപൊളിയാണല്ലേ. വിദേശത്ത് നിന്ന് ഒരു വനിത വിളിക്കുന്നു, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയാണ്, എന്നെ പീഡിപ്പിച്ചു മണിക്കൂറുകളോളം എന്നൊക്കെയാ പറയുന്നത്. അത് കഴിഞ്ഞ് പീഡിപ്പിച്ച വ്യക്തിയുമായിട്ട് ഗൾഫിൽ യാത്ര ചെയ്യുന്നുണ്ട്, 1-2 തവണ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. 1 വർഷത്തിന് ശേഷമോ 1.5 വർഷത്തിന് ശേഷമോ ഒരു പരാതിയുമായിട്ട് വരുന്നുണ്ട്. അതൊന്നും കൂടാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അത് സംഭവിച്ചു എന്ന് പറയുന്ന സമയത്തെ ഭ്രൂണം അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. 3 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത്. 3 കേസുകളും ഏകദേശം സിമിലാരിറ്റി ഉള്ളതാണ് എന്നുള്ളത് പറയേണ്ടതായിട്ടില്ലല്ലോ. ഒരു കേസിൽ ജാമ്യം നൽകുകയും മറ്റൊരു കേസിൽ അറസ്റ്റ് തടയുകയും ചെയ്തു. ഇപ്പൊ പോലീസുകാർ 7 ദിവസം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിട്ടുതരണമെന്ന് പറയുന്നു. കോടതി 3 ദിവസത്തിന് അനുവദിക്കുന്നു എന്നുള്ളതാണ്. തക്കതായ കാരണങ്ങളുണ്ട്. പിന്നെ ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അവിടെ രേഖപ്പെടുത്തി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ പോലീസുകാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്ത്രീ വിദേശത്ത് നിന്നാണ് വിളിക്കുന്നത്, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അല്ലെ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പരാതിക്കാരി പരാതി നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും BNS സെക്ഷൻ 173(2) പ്രകാരം 2 ദിവസത്തിനകം ഏത് SHO ആണോ ആ SHOയുടെ അടുത്ത് വന്ന് മൊഴി നൽകുകയും മൊഴിക്കടിയിൽ ഒപ്പുവെക്കുകയും വേണം. അതും കൂടാതെ പരാതിപ്പെട്ട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ മെഡിക്കലും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ 2 കാര്യങ്ങൾ നടന്നോ? വലിയ സംശയങ്ങളാണ്. വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് മറച്ചു വെക്കാനുണ്ട്. തീർച്ചയായിട്ടും അവർ അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക തന്നെ ചെയ്യും. പിന്നെ DYFI ഒക്കെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും സംസാരിക്കാനുണ്ട് ബ്രോ, സഖാക്കളെ. ഞാനും ഒരു സഖാവായതുകൊണ്ട് പറയുകയാണ്, ഒരുപാട് വിഷയങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ളതാണ്. അന്ന് നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ദിലീപിന്റെ കടകൾ തല്ലി തകർത്തത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയം വെടിഞ്ഞ് മനുഷ്യനായിട്ട് വളരുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റുകൾ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അയാൾ അവിഹിതങ്ങളിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കാൻ ഞങ്ങൾ ആളല്ല. പക്ഷെ പരാതിക്കാരികളാണെന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് മൊഴി നൽകിയിട്ടുണ്ടോ നേരിട്ടിട്ട്? ഇനി ഇലക്ട്രോണിക് മീഡിയ വഴിയാണോ മൊഴി നൽകിയിട്ടുള്ളത്? അതുകൂടാതെ FIR ഇടാൻ എന്തുകൊണ്ട് ഇത്രയും താമസം? ഇതൊക്കെ BNS സെക്ഷൻ 173(2) പ്രകാരം വലിയ ചോദ്യങ്ങളാണ്. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന ഒരു കേസൊന്നുമല്ല എന്നുള്ളതാണ്. ജാമ്യം ഉടനടി തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും അയാളെ ക്രൂശിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഈ തെറ്റിന് കൂട്ടുനിന്ന ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? അതും വലിയ ചോദ്യം തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ ഏകദേശം 3 കേസുകളിലാണ് സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത്. 2 കേസിൽ ഏകദേശം ഒഴിവായതിന് തുല്യമായി കിടക്കുന്നു. 3ാമത്തെ കേസ് തള്ളിപ്പോകും. 2024 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു സമയത്ത് FIR ഇട്ടിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് FIR എന്നത്. അതും ഒരിക്കലും നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ മുന്നേ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. അതുകൂടാതെ തന്നെ ഒരു നോട്ടീസ് അയച്ചാൽ ഹാജരാകാൻ പ്രാപ്തനായ ഒരു മനുഷ്യനെ വീട്ടിൽ കയറിയിട്ടാണ്, ഫ്ലാറ്റിൽ കയറിയിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പരാതി കിട്ടുമ്പോഴത്തേനും ഏതോ ഒരു മൂലയിൽ നിന്ന്, ഏതോ ഒരു രാജ്യത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്നല്ല വിദേശ രാജ്യത്ത് നിന്നാണ് ഒരു പരാതി വരുന്നത്. അപ്പൊ അതിനും കയറി അങ്ങ് അറസ്റ്റ് ചെയ്യാണ്. ഇവിടെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യ വ്യവസ്ഥയിൽ ഒരു പ്രത്യേകത ഉണ്ട്. എപ്പോ വിളിച്ചാലും ഹാജരാവണം എന്നുള്ളത്. അങ്ങനെ ഒരു കേസ് നിലനിൽക്കെ എന്തുകൊണ്ട് നേരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളത് വലിയൊരു ചോദ്യമാണെന്നുള്ളതാണ്. പോലീസുകാർ കുടുങ്ങാൻ എടുക്കുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് അതിനടിയിൽ ഒരു ചെറിയ ഒപ്പ് വെക്കാനുണ്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ. അയാൾ അത് ചെയ്തിട്ടില്ല. അത് വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴിയിലാണ് ഈ ഒരു സ്ത്രീ ഇയാളെ പരിചയപ്പെടുന്നത്. ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്നതും ഹോട്ടൽ മുറി എടുക്കുന്നതും ഒക്കെ ഈ ഒരു സ്ത്രീയാണ്, ഈ ഒരു പരാതിക്കാരിയാണ്. ഇതൊക്കെ വലിയ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ഈ പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇനി നാട്ടിൽ നിന്ന് നടന്ന ഈ ഒരു സംഭവത്തിൽ ശേഖരിച്ചു വെച്ച ഭ്രൂണമാണോ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിന്ന് അവർ ശേഖരിച്ചു വെച്ച ഒരു ഭ്രൂണമാണോ അവരുടെ കയ്യിലുള്ളത് എന്ന് കണ്ടെത്താൻ ഇനി എന്ത് ചെയ്യും? ഒരു പിടിയുമില്ല. കാരണം അവർ നേരിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെടി SHOയുടെ മുന്നിൽ മൊഴി നൽകാൻ വരികയും ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ മെഡിക്കലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
പിന്നെ ഈ ഭ്രൂണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കേണ്ടത് പരാതിക്കാരിയാണോ? അത് പോലീസുകാരായിരുന്നു അല്ലേ? അതാണ് ചോദ്യചിഹ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചു എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. എന്തായാലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ചോദ്യം ചെയ്യാൻ നമുക്ക് ഇപ്പൊ ഭയങ്കര ധൈര്യക്കുറവാണെന്നുള്ളതാണ്. കാരണം എന്താ പറയുക, ഇത് ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പുരുഷനെ കൊടുക്കാൻ വളരെ എളുപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ. ഇവിടെ കൃത്യമായി കോടതി ഒരു ഇടപെടലുകൾ നടത്തണം. ഈ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല തെറ്റുകാരനെങ്കിൽ, ഇനി അയാൾ തെറ്റുകാരനല്ല എങ്കിൽ പരാതിക്കാരികൾക്കെതിരെ സമാനമായ കേസ് തന്നെ തിരിച്ചങ്ങോട്ടും സെക്ഷൻ 8 എടുപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. അപ്പോ ഭയങ്കര കോമഡിയാണ്. നമുക്ക് എന്തായാലും രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാൽ ചെയ്തു, മുഖത്തു തുപ്പി, അടിച്ചു, ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് 3 BHK വേണോ 2 BHK വേണോ എന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ആരെങ്കിലും മാറും. ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും, സൗന്ദര്യപ്പടക്കങ്ങൾ വരും, അടി വരും, ഫൈറ്റ് വരും. പക്ഷേ ആ ബന്ധങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങൾ വെപ്പണൈസ് ചെയ്യപ്പെടുന്നത്, ആയുധവൽക്കരിക്കപ്പെടുന്നത് ശരിയാണ്. നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനം, ഇന്ത്യൻ മാത്രമല്ല ലോക നിയമത്തിന്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഇന്ത്യയിലെയും ലോക നിയമത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ രാഹുൽ ഈശ്വറിന്റെയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ ബാക്കി ആരുടെയും സ്ത്രീപക്ഷ കേസുകൾ എടുത്താൽ ഇവിടെ നടക്കുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ്. അതായത് ഇവിടെ പലപ്പോഴും എ പേഴ്സൺ ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെന്റ് എന്നാണ് നമ്മൾ പലരും സമൂഹവും മാധ്യമങ്ങളും കാണുന്നത്. നേരെ തിരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നുള്ളതാണ്. അയാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കണം എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയാം, എനിക്ക് ഒരു വ്യക്തിബന്ധവുമില്ല ആ മനുഷ്യനോട്. ഞാൻ ജീവിതത്തിൽ 2 തവണ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ തടയാൻ ശ്രമിച്ചതും ശ്രീ VD സതീശനിൽ ഇടപെട്ട് പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കരുത് എന്ന് ശക്തമായി അന്ന് സമ്മർദ്ദം ചെലുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഓക്കെ, രാഹുൽ ഈശ്വറിനെ ഭയങ്കരമായിട്ട് ചവിട്ടി താഴ്ത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഏതെങ്കിലും സ്ത്രീ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമുക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു, ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയാണ്, എന്നെ ഇന്ന ദിവസം ഇയാൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഉടനെ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. മാധ്യമങ്ങൾ ആ ഒരു കാര്യം സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ ഒന്നും നോക്കില്ല, അങ്ങ് ആഘോഷിക്കുക അതും വെച്ചിട്ട് അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ അറസ്റ്റ് ചെയ്തതിനു ശേഷമാവും നമ്മൾ കോടതി വെറുതെ വിടുക. കാരണം ചിലപ്പോൾ നമുക്ക് ബന്ധമൊന്നും ഉണ്ടാവില്ല ഈ വിഷയത്തിൽ. എങ്ങനെയാവും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടാക്കാം, ചിലപ്പോൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ മൊബൈൽ ടവറിന്റെ അടിയിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാക്കാം, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നൊരൊറ്റ കാര്യം മാത്രം മതി. ജസ്റ്റ് ഒരു ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും വലിയ പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അറിയുന്ന വിഷയത്തിലും അറിയാത്ത വിഷയത്തിലും നമ്മളെ കൊടുക്കുക എളുപ്പമാണെന്നുള്ളതാണ്. ഇതിലിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത്? 2 കൂട്ടരാണല്ലേ. ഈ 2 കൂട്ടരുടെയും കാര്യങ്ങൾ അപ്പൊ ഒരേപോലെയല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഒരു നിലവിൽ ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു ആണുമായിട്ടുള്ള ബന്ധങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് പറയുന്നത്? എനിക്കത് തുറന്നു പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാനതാ പറഞ്ഞത്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിലെടുത്ത നിലപാടിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റാണ് എന്ന് തന്നെയാണ് ആളും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 2 കൂട്ടർക്കും സ്ഥാനമുണ്ട് ഈ വിഷയത്തിൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നാളെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലാവും അയ്യോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ എന്ന് പറയുന്നൊരവസ്ഥ. ആ മുടിയെറുക്കിയ പുരുഷ ടീമുണ്ടല്ലോ, അയാളോട് എനിക്ക് യാതൊരു തരം താല്പര്യം ഇല്ലേ കേട്ടോ. അതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് വേണമെങ്കിൽ ഇപ്പൊ വനിതാ കമ്മീഷനൊക്കെ സർക്കാരാണ് നിയമിക്കുന്നത്, അതേപോലെ ഒരു പുരുഷ കമ്മീഷൻ സർക്കാർ അങ്ങ് തീരുമാനമാക്കുക. അതാണ് അതിൻ്റെതായ ഒരു ഉചിതം. എനിക്ക് ഒരു വ്യക്തിബന്ധമില്ലാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആദ്യ പരാതി വന്നപ്പം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു പീഡനാരോപണം നിലനിൽക്കില്ല. രണ്ടാമത്തെ പരാതി വന്നപ്പോൾ കോടതി പറഞ്ഞു ഈ പരാതിയിൽ ഞങ്ങൾ സംശയം രേഖപ്പെടുത്തുന്നുവെന്ന്. അപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അയാൾക്കും ഒരു അമ്മയില്ലേ, അയാൾക്കും വീട്ടിൽ ആൾക്കാരില്ലേ, അവർക്കും മക്കളില്ലേ? ഈ അതിജീവിതയെ, പരാതിക്കാരിയെ, ഇരേ ഏത് വാക്ക് വിളിച്ചാലും ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാണണം. അപ്പുറത്ത് നിൽക്കുന്ന ആണിനും ഇതൊക്കെ ഇല്ലേ? ഇതിന്റെ പേരിലാണ്, ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ 16 ദിവസത്തോളം കിടന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ്. എവിടെയും അതിജീവിതയുടെ പേര് പറയാതെ തന്നെയാണ് ആൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് കൂടാതെ ഇവിടെ ഒരുപാട് ആളുകൾ ആ പേര് പറയുന്നുണ്ട്, ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെതിരെ ഒന്നും ഉണ്ടായില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് രാഹുൽ ഈശ്വറിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യൂ ആയിരുന്നു. അതിനുശേഷം ആള് തിരിച്ചു വന്നതിന് ശേഷം അയാൾക്ക് വ്യൂ ഒക്കെ വലിയ രീതിയിലോട്ട് കുറഞ്ഞു. കൃത്യമായ അജണ്ട ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഒരു ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു? ഇതിന് രാഷ്ട്രീയപരമായിട്ട് എന്താണ്, ഈ സമൂഹത്തിന് എന്താണ് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് കൊണ്ട്? ഈ കേസ് തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും ഈ കേരള ജനതയ്ക്ക് എന്ത് ഗുണദോഷമാണുള്ളത്? വലിയ ചോദ്യമല്ലേടോ. നേരെ തിരിച്ച് ശബരിമല വിഷയത്തിൽ
നമ്മുടെ എല്ലാവരുടെയും പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കട്ടെടുക്കുമ്പോൾ, കളവ് ചെയ്യുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും ജയിലിൽ കിടക്കുമ്പോൾ ആ കേസുകളെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ഇവിടെയുള്ള ആരും ചർച്ച ചെയ്യാൻ നിൽക്കുന്നില്ല? ഇവിടെ മാധ്യമങ്ങൾക്ക് വേണ്ടത് അവിഹിതവും കുൽസിതവുമാണ്. അത് വ്യക്തമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം, രാഷ്ട്രീയക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇവിടെ നട്ടലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രവർത്തകരുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലെ? ഇവിടെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടുന്നു? അത് തന്നെയാണ് ലക്ഷ്യം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്നത്. ഊളത്തരമല്ലേ ഇതൊക്കെ? എന്റെ പൊന്നു സഖാക്കന്മാരെ, ഡിവൈഎഫ്ഐക്കാരെ, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ പൊതിച്ചോറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇത്? നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഖജനാവിൽ നിന്നും പണം കട്ടെടുത്ത് നമ്മളെ ദൂർത്തടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയാണ് സംസാരിക്കേണ്ടത്. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാവും ചിലപ്പോൾ, അവർക്കെതിരെയാണ് സംസാരിക്കേണ്ടത്. ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാല് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിയിലല്ല നിൽക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. ഞാനും വെങ്ങിനിക്കര യൂണിറ്റില് 3-4 വർഷം യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് നിന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് പറയാണ്, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാണ് ഞാനൊരു സഖാവാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന തെറ്റാണെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് നട്ടലുള്ളത് എന്നുള്ളതാണ്. ഒരിക്കലും ഒരാളുടെയും ചങ്ങലക്കൂട്ടിൽ പെടാതെ കൃത്യമായിട്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംസാരിച്ച് സമയം കളയുകയാണോ വേണ്ടത്? മറ്റുള്ള വിഷയങ്ങളിലേക്ക് കൂടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടതായിട്ടില്ലേ? ഒരു ചോദ്യം മാത്രമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. ഒരിക്കലും മഞ്ഞപ്പിത്തം ബാധിച്ചതുപോലെ ഒരു രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കരുത്. തെറ്റ് കാണുമ്പോ നട്ടല്ലോട് കൂടിയിട്ട് നെഞ്ച് നിവർത്തി വിരിച്ചുകൊണ്ട് അത് പറയണം, അത് തെറ്റാണ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ഭർത്താവ് ഇതേ എറണാകുളം, എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചതെന്ന് തോന്നുന്നു, ഇതേ എറണാകുളം പ്രസ് ക്ലബ്ബിൽ നിങ്ങളോട് സംസാരിച്ചു. ആ മനുഷ്യൻ, ആ പേര് പോലും ഞാൻ പറയുന്നില്ല, കാര്യം സാറ് പറഞ്ഞ പേരൊന്നും പറയരുത്, ഇനി അത് വേറെ ഏതെങ്കിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ലൈക്ക് പോലും ചെയ്യരുത്. അയാൾ ഫേസ്ബുക്കിൽ എനിക്ക് അനുകൂലമായ ഒരു വീഡിയോ ഇട്ടു. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ബാക്കി രണ്ടുപേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ ഭാര്യയടക്കമുള്ളവരാണ് തെറ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്തു. ഞാൻ ഷെയർ പോയിട്ട് ഞാൻ ലൈക്ക് പോലും ചെയ്തില്ല. കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് വേണമെങ്കിൽ ഇനി പറയും. നമ്മുടെ നാട് പോകുന്ന അവസ്ഥയാണ്. അതായത് ഒരാൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താൽ പോലും നമ്മുടെ നിയമത്തിന്റെ കണ്ടിൽ വേണമെങ്കിൽ ഗൂഢാലോചനയാണെന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും കൊടുക്കാൻ വിചാരിച്ചാൽ ആരെയും കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ എന്നുള്ളതാണ്. ഇവിടെ അതിജീവിതന്മാര്, ഇതിൽ ഒരു അതിജീവിത കേരളത്തിലുള്ള ആള് തന്നെയാണ്. കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതായിട്ട് എല്ലാവർക്കും എല്ലാം അറിയാം. രണ്ടാമത്തെ ആള് കേരളത്തിലല്ല, കേരളത്തിൽ പുറത്താണ്. മൂന്നാമത്തെ ആള് വിദേശത്താണ്. ഓക്കെ, ഇവരൊക്കെ ഈ പരാതിപ്പെടുന്ന സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൂടി നോക്കണം. BNS സെക്ഷൻ 173 പ്രകാരം അതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണെന്നുള്ളതാണ്. ഒരു സംഭവം നടന്നാൽ പരാതി ഉടനെ നൽകുക എന്നുള്ളതാണ്. പരാതി നൽകിയ ആളുടെ മൊഴി എടുക്കുക എന്നുള്ളതിലും ഒരു സമയമുണ്ട്. FIR ഇടുന്ന കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട്. മെഡിക്കൽ എടുക്കുന്നതിന് ഒരു സമയമുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ആ ഒരു ഇടവേളകൾക്കുള്ളിൽ തന്നെ നടന്നിരിക്കണം. അതുകൂടാതെ SHOയുടെ മുന്നിൽ മൊഴി നൽകി ഒരു സൈനും വെച്ചു കൊടുത്താൽ മാത്രമേ അത് സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യവും ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. റേപ്പ് ചെയ്തു, ഉപദ്രവിച്ചു, മുഖത്തു തുപ്പി, അടിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് മേടിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാം എന്ന സംസാരം ഒരാളോട് എടുക്കൂ. അപ്പോൾ ഈസി ആയിട്ട് ആരെങ്കിലും കൊടുക്കാൻ, ഇപ്പം ചില പോലീസും നിയമവിദഗ്ധരും തന്നെ പറയുന്നുണ്ട്, എല്ലാ പ്രൊസീജിയറും തെറ്റിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അതായത് ഒരു വിദേശ രാജ്യത്താണ്, രാജ്യത്തിന്റെ പേര് പോലും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ആ വിദേശ രാജ്യത്തു നിന്നടക്കം മുഖ്യമന്ത്രിക്ക്, ഇപ്പൊ അങ്ങനെയാണ് പുതിയൊരു ട്രെൻഡ്, പരാതികളെല്ലാം മുഖ്യമന്ത്രിക്കാണ് വരുന്നത്. കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോഴേ ശ്രദ്ധ കിട്ടുള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴേ. രണ്ടാമത്തെ പരാതിക്കാരി KPCC പ്രസിഡന്റാണ്, ഇമെയിൽ അയക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാലേ ന്യൂസ് വാല്യൂ കിട്ടുള്ളൂ. ഇത് അടുത്ത ആഴ്ച ഇത് ചോദ്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ബെയിൽ ക്യാൻസൽ വീണ്ടും ചിലപ്പോൾ അകത്തു പോകും. നിങ്ങൾ ചോദ്യം ചെയ്യലേക്ക് പിന്നെ ആര് ചോദ്യം ചെയ്യാനാണ്? മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം. ഓക്കെ, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി കഴിഞ്ഞാൽ അതിന് സ്വീകാര്യത കിട്ടുന്നു. ഇത് വല്ലാത്തൊരു അവസ്ഥയാണെന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് കേസുകൾ കൊടുക്കുന്ന ആളുകളുണ്ടാവും, ശരിക്കും കുടുങ്ങിയ ആളുകളുണ്ടാവും. അവരുടെ കേസുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളായി ഇത് നാളേക്ക് മാറുന്നുള്ളതാണ്. ഇവിടെ കള്ളപ്പരാതികളാണ് നൽകിയതെങ്കിൽ തീർച്ചയായിട്ടും ഏത് സെക്ഷനൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ളത് അതേ സെക്ഷനുകളൊക്കെ തിരിച്ചു അങ്ങോട്ട് 8 കൊടുക്കുക തന്നെ വേണം. പിന്നെ മറ്റൊരു കാര്യം, പിണറായി വിജയൻ അധികാരത്തിലേറിയ സമയത്ത് നമ്മുടെ നാട്ടില് അമ്പലത്തിൽ ശാഖ നടന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു അമ്പലത്തിൽ ശാഖ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ശാഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതിനെതിരെ ഒരു വലിയ രീതിയിൽ അവിടുത്തെ സംഘികളൊക്കെ ചേർന്നുകൊണ്ട്, എന്റെ നാട്ടിലെ സംഘികളൊക്കെ ചേർന്നുകൊണ്ട് ഭയങ്കര രീതിയിൽ എനിക്ക് കമന്റ് ഇടുകയും വെല്ലുവിളികളും, എന്റെ അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് ഇട്ടു. ആ കമന്റുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അതുകൂടാതെ തന്നെ തിരിച്ചൊരു വെല്ലുവിളി ഞാൻ നടത്തി. ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ശാഖ ഞാൻ നിർത്തും എന്നുള്ളത്. കൃത്യമായി ഇത്ര ദിവസത്തിനുള്ളിൽ ആ ശാഖ നിർത്തി. എങ്ങനെയെന്നറിയാം? പിണറായി വിജയന് ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്ത്, പരമാവധി എല്ലാ പോലീസ് മേധാവികൾക്കും ഒരു കത്ത് അങ്ങ് അയച്ചു, വിത്ത് എവിഡൻസ് വെച്ചുകൊണ്ട്. കൃത്യമായി പോലീസുകാരുടെ ഭാഗത്തു നിന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടപടികൾ ഉണ്ടായി. അത് അവസാനിപ്പിച്ചു. ദേവസ്വം ബോർഡ് ഇടപെടൽ നടത്തി. അങ്ങനെ ഒരു ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിലും ഒരു ശാഖയെ നടത്താൻ പാടില്ല എന്ന് പറയുന്നു.
അത് നിർത്തലാക്കി എന്നുള്ളതാണ്. പിന്നീട് അത് പ്രൈവറ്റ് ഭാഗത്തേക്ക് മാറി. അപ്പോ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ ആഭ്യന്തര വകുപ്പിനൊക്കെ പരാതികൾ നേരിട്ട് നൽകിയാൽ സ്വീകരിക്കും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്താവും അവസ്ഥ? ഇതിൽ ഒരു നടപടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവില്ലേ? അത്രേ ഉള്ളൂ. ഇവിടെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരാവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. ആ ഒരു സമയത്ത് നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ ശരിയാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. പകരം നിരപരാധിയാണ് എങ്കിൽ നിങ്ങളെല്ലാവരും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയുന്നത്, നിങ്ങൾ പൊതുവായിട്ടൊരു മാപ്പ് പറയുമോ? നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം അത് നിങ്ങളുടെ നിഘണ്ടുവിലില്ലാത്ത വാക്കുകളാ. രാഷ്ട്രീയത്തിൽ മാപ്പ് എന്ന വാക്കില്ല, ചതി എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.